ഇന്ത്യയുടെ CDS കമ്പൈൻഡ് ഡിഫൻസ് ചീഫ് ജനറൽ അനിൽ ചൗഹാൻ, അതായത് 4-സ്റ്റാർ ജനറലാണ്. ബിപിൻ ജനറൽ റാവത്തിന് ശേഷം 4-സ്റ്റാർ ജനറലായിട്ട് ചാർജ് എടുത്ത ഇന്ത്യയുടെ കമ്പൈൻഡ് ഡിഫൻസ്, അതായത് സർവ്വസൈന്യാധിപൻ എന്ന് വേണമെങ്കിൽ ആ വാക്കിന് അർത്ഥമുണ്ട്. കാരണം പ്രസിഡന്റാണ് ഏറ്റവും മുൻ, അതിൻ്റെ താഴെ. അദ്ദേഹം ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുത്തു സിംഗപ്പൂരിൽ. അദ്ദേഹം പോയിരുന്നത് ഷാങ്കറിയിലെ സെക്യൂരിറ്റി കോൺഫറൻസിനാണ്. അവിടെ വെച്ച് ബ്ലൂംബെർഗ് എന്ന് പറഞ്ഞൊരു ഇന്റർനാഷണൽ മീഡിയയ്ക്ക് അദ്ദേഹം അഭിമുഖം കൊടുത്ത സമയത്ത് അദ്ദേഹത്തോട് ചോദിച്ചു, ഇന്ത്യയുടെ എയർഫോഴ്സിന് നഷ്ടമുണ്ടായോ ഇല്ലയോ? അതായത് പാകിസ്ഥാൻ പറയുന്നു 6ഓളം എയർക്രാഫ്റ്റ് അവർ ഷോട്ട് ഡൗൺ, അതായത് വെടിവെച്ചിട്ടു. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ ഈ 6 എന്ന് പറയുമ്പം 6+1 എന്നാണ്. ഒന്ന് UAV ആണ്, അത് ഉൾപ്പെടെയാണ് 7 എന്ന് പറയുന്നത്. അപ്പോൾ 6 വെടിവെച്ചിട്ടു. ഇതെൻ്റെ സത്യം. അദ്ദേഹം പറഞ്ഞാൽ ഡിനൈ ചെയ്തു. അപ്പോൾ വീണ്ടും ചോദിച്ചു എത്ര എണ്ണം. അദ്ദേഹം പറഞ്ഞു അതിനെപ്പറ്റി തൽക്കാലം പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യം, അതായത് ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ ഉദ്ദേശ ലക്ഷ്യം വേറെയാണ്. ഈ ചോദ്യത്തിന് പ്രസക്തിയില്ല. വീണ്ടും അവരെടുത്ത് ചോദിച്ചു ഒരെണ്ണമെങ്കിലും വീണോ? അപ്പം അദ്ദേഹം പറഞ്ഞു അതെ, ഇന്ത്യക്ക് നഷ്ടമായി. അപ്പം അതിനകത്ത് മലയാളത്തിൽ വ്യാഖ്യാനങ്ങൾ പല രീതിയിൽ വരാം. അതിനെ വെടിവെച്ചിട്ടു എന്ന് വേണമെങ്കിൽ പറയാൻ, ക്രാഷായി. പക്ഷെ മിലിറ്ററി വേർഡിൽ പറയുന്നത് അതിനെ ഷോട്ട് ഡൗൺ, വെടിവെച്ചിട്ടു. അതിൻ്റെ അകത്ത് കൗണ്ട് എത്ര ആണ്, 5 6 7 വരാനുള്ള ദിവസങ്ങൾ കൃത്യമായിട്ട് അറിയാം. ഞാൻ നേരത്തെ പല ആവർത്തി പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യ എന്ന് പറയുന്നത് ബനാന റിപ്പബ്ലിക് അല്ല. ഇതൊന്നും ഒളിച്ചു വെക്കാൻ പറ്റത്തില്ല. കാരണം ജനാധിപത്യമായി ഇലക്റ്റഡ് ആയിട്ടുള്ള ഗവൺമെൻറ് ഇതിന് ഉത്തരം കൊടുത്തേ മതിയാവത്തുള്ളൂ. ഇതിനൊക്കെ ഒരു സമയമുണ്ട്. ആ സമയത്ത് ഇതൊക്കെ ഓരോന്നായിട്ട് പുറത്തു വരും. ഇനിയും നിങ്ങളൊക്കെ ഈ പറയുന്ന പോലെ ഞാൻ ഇന്ത്യ വിരുദ്ധനല്ല. അതുകൊണ്ടല്ല ഇത് പറഞ്ഞത്. ഞാൻ യൂട്യൂബർ ജേർണലിസ്റ്റും അല്ല. ഞാനൊരു പ്രോപ്പർ ജേർണലിസം പ്രൊഫഷണലായിട്ട് എടുത്ത ഒരാളാണ്. അപ്പം അതിനകത്ത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, മറ്റുള്ള പലരും ക്ഷമ ചോദിച്ചിട്ട് ഞാനത് ക്ഷമ ചോദിക്കാൻ പോയിട്ടില്ല. കാരണം അത് സ്ട്രാറ്റജിക്കായിട്ട് ഇന്ത്യക്ക് പറ്റിയ അബദ്ധമാണ്. കാരണം ഇന്ത്യയുടെ മുന്നിൽ വളരെയധികം ഓപ്ഷൻസ് ഉണ്ട്. ഇതേപോലെയുള്ള ഒരു ഓപ്പറേഷനാണ്. ഞാനൊരു കാര്യം പറയാം കൃത്യമായിട്ട്. നമ്മൾ ടെററിസം അറ്റാക്ക് കൊണ്ട്, പാർലമെന്റ് അറ്റാക്ക്, മുംബൈ അറ്റാക്ക്, സിറ്റികളിലുള്ള അറ്റാക്ക്, നമ്മൾ ലിറ്ററലി നമ്മൾ എഫക്റ്റഡ് ആണ്. നമുക്കിത് ചെയ്യുന്നതിൽ യാതൊരു പ്രശ്നവുമില്ല. നമുക്കിത് ചെയ്യാം, 100% ചെയ്യാം. അതിനെ പൂർണ്ണമായിട്ടും എല്ലാ ഇന്ത്യക്കാരും എല്ലാവരും അതിന് ജസ്റ്റിഫൈ ചെയ്യും. കാരണം ഇതിനൊരു പരിഹാരം വേണം. സ്ഥിരമായിട്ട് കാശ്മീരിൽ പോയിട്ട്, ഫാൽഗാമി പോയിട്ട് ഹിന്ദുക്കളെ തിരിഞ്ഞു മാറ്റി അവരെ ഈ പറയുന്ന ഇസ്ലാമിലുള്ള സംഭവം ചോദിച്ചിട്ട് അത് പറയാത്തവരെ വെടിവെച്ച് നമുക്കിത് ചെയ്യാം 100%. അതിനെ ഞാൻ പൂർണ്ണമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നു. പക്ഷെ ജനറൽ അനിൽ ചൗഹാൻ പറഞ്ഞത് നമുക്ക് സ്ട്രാറ്റജിക് ഫെയിലിയർ ഉണ്ടായി, തന്ത്രപരമായിട്ട് മിസ്റ്റേക്ക് ഉണ്ടായി. ഇതാണ് ഞാനും കയറി പറഞ്ഞത്. ചാടിക്കേറി ചെയ്യരുത്. കാരണം ഈ പറയുന്ന 71 പാകിസ്ഥാനിലെ 2025 ഇത് പ്രൊഫഷണൽ ആർമിയാണ്, പ്രൊഫഷണൽ എയർഫോഴ്സ് ആണ്. അതേപോലെ 71 ഇന്ത്യ അല്ല, 2025 ഇന്ത്യ. എപ്പോഴും ഞാൻ ആവർത്തിക്കുന്നൊരു സംഭവമുണ്ട്, ഇന്ത്യ മാറി, പുതിയ ഇന്ത്യ. ആ ഇന്ത്യക്ക് ഒരു കാരണവശാലും മിസ്റ്റേക്സ് ഉണ്ടാകാൻ പാടില്ല. നാഷണൽ സെക്യൂരിറ്റിയുടെ ഇഷ്യൂ. അതായത് പബ്ലിക് എല്ലാം കൂടെ കയറി പറഞ്ഞു ഇപ്പം മാറി ചെയ്യണം, ഇപ്പോഴടിക്കണം. ഇതെന്ന് പറഞ്ഞ് കയറി അടിക്കുന്ന സാധനമാണോ ഇത്? അതായത് പ്രിപ്പയർ ചെയ്യണം. ഒരു ലൂപ്പ് ഹോൾസ്, അതായത് എല്ലാ ലൂപ്പ് ഹോൾസും അടയ്ക്കണം. അതിന് എയർഫോഴ്സിനും ആർമിക്കും നേവിക്കൊക്കെ സമയം കൊടുക്കണം. ഇതാണ് ഞാൻ പറഞ്ഞത്. കാരണം അത് തെറ്റാണ് സംഭവം.
1971 മുതൽ 2025 വരെ, അതായത് നമ്മൾ 50 വർഷം ആഘോഷിച്ചു നമ്മുടെ വാറിൻ്റെ. അതായത് ഇന്ത്യ ആധിപത്യം പുലർത്തിയ സംഭവമാണ് എയർ വാർഫെയർ. അതായത് എയർ ഡോമിനേറ്റ് ചെയ്തു. അതിനെ ക്വസ്റ്റ്യൻ ചെയ്യാൻ ഇടവരരുത്. അല്ലെ, അവൻ ക്വസ്റ്റ്യൻ ചെയ്യാൻ ഇട വന്നു കഴിഞ്ഞാൽ, കാരണം അവൻ 50 വർഷം കൊണ്ട് വെയിറ്റ് ചെയ്യുവാണ്, അതിന് അവസരം കൊടുക്കരുത്. കാരണം തന്ത്രങ്ങൾ പാളരുത്. പാളിയാൽ പ്രശ്നമാണിത്. കാരണം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇതിനകത്ത് 2 ദിവസം മുമ്പ് ഫ്രഞ്ച് എയർഫോഴ്സിന്റെ സീനിയർ ഓഫീസർ പാരീസിൽ പത്രക്കാരെ കണ്ടു. അയാൾ അഡ്മിറ്റ് ചെയ്തു, റഫേൽ പോയി. മനസ്സിലാക്കുക. എന്നിട്ട് അദ്ദേഹം പറഞ്ഞത് 20 വർഷമായിട്ട് ഫ്രഞ്ച് ഗവൺമെൻറ്, ഫ്രഞ്ച് സർക്കാരും അതേപോലെയുള്ള പലയിടത്തും റഫേൽ ഇൻഡക്റ്റ് ചെയ്തിട്ടുണ്ട്. ആദ്യമായിട്ടാണ് ഷോട്ട് ഡൗൺ, വെടിവെച്ചിടുന്നത്. ഈ വാക്കാണ് ഉപയോഗിച്ചത്. അപ്പം അതിൻ്റെ എണ്ണമൊക്കെ പിന്നീട് കൃത്യമായിട്ട് വരും. ഇതൊക്കെ നിങ്ങൾ വിഷമിക്കുമെന്നും വേണ്ട, കാരണം എനിക്കിത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷെ ആസ് എ ജേർണലിസ്റ്റ് ഞാനൊരു കാര്യം പറഞ്ഞു, തുടർന്നും പറഞ്ഞു, അതൊരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തത്. എന്തിനാണ് ഇത്ര തിടുക്കമുണ്ടാകുന്നത്? നമ്മുടെ മുമ്പിൽ 100 കണക്കിന് ഓപ്ഷനുണ്ട്. ഈ പറയുന്ന തീവ്രവാദികൾ അല്ലാതെ നമുക്ക് തകർത്തൂടെ? എന്തിനാ ഒരു കൺവെൻഷണൽ വാറിന് പോകുന്നേ? നമ്മുടെ കയ്യിൽ ഓപ്ഷൻ ഉണ്ട്. അതായത് ഒരു വൃത്തികെട്ട രാജ്യവുമായിട്ട്, ടെററിസം എന്ന് പറയുന്നതിനെ മാത്രം പ്രോത്സാഹിപ്പിക്കുന്ന രാജ്യവുമായിട്ട് നമ്മുടെ ആംഡ് ഫോഴ്സ് പോകുന്ന ഒരു കൺവെൻഷണൽ വാറിനേക്കാളും നല്ലത്, ഞാൻ പറഞ്ഞത് അൺകൺവെൻഷണൽ വാറിന് പോകുന്നതാണ്. നമ്മൾ കൺവെൻഷണൽ വാർഫെയർ പോയി കഴിഞ്ഞാൽ മനസ്സിലാക്കേണ്ട, പാകിസ്ഥാൻ പൂർണ്ണമായിട്ടും തോറ്റുപോകും. അതിൻ്റെ ഒരേ ഒരു പ്രശ്നമുണ്ട്, ന്യൂക്ലിയർ. 2 പേരും ന്യൂക്ലിയർ സ്റ്റേറ്റായി. അതൊന്നും ഇപ്പോഴത്തെ ഘടകമല്ല. നമ്മൾ ഈ പറയുന്നത് ഇന്ത്യ തോൽക്കാൻ പാടില്ല. അതിനകത്ത് നിങ്ങൾ എന്നെ രാജ്യദ്രോഹി എന്നോ, ഒരു ഹവിൽദാറായിട്ട് ജോയിൻ ചെയ്ത് റിട്ടയറായ ഒരു മേജർ പറയുന്നു, എന്തൊക്കെയോ പറയുന്നു, എന്നെ ഇപ്പോൾ അറസ്റ്റ് ചെയ്യും, എന്നെ ജയിലിൽ അടച്ചിട്ടേ അയാൾ ഇരിക്കത്തുള്ളൂ. അദ്ദേഹത്തോട് പറയാനുള്ളത് പച്ച മലയാളത്തിൽ പറയാം. എനിക്ക് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എൻ്റെ മൂവ്മെൻറ്റ് അറിയുന്നയാളാണ്. കാരണം എനിക്ക് സെക്യൂരിറ്റി ഉണ്ട്. ഞാൻ വേണ്ടാന്ന് എഴുതി കൊടുത്തേക്കുക. ഞാൻ എവിടെ പോയി കഴിഞ്ഞാലും ഗവൺമെൻറ് നേരത്തെ മെസ്സേജ് പാസ് ചെയ്യുക, ഞാൻ എവിടെ ഉണ്ട്, ഏത് സ്റ്റേറ്റ് വിട്ടു പോകുന്നു. കാരണം പണ്ട് മുതൽ തുടരുന്നൊരു സംഭവം. ഞാൻ തെറ്റാണ് പറഞ്ഞിരുന്നുവെങ്കിൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്ക് എന്നെ 1 മണിക്കൂർ കൊണ്ട് അറസ്റ്റ് ചെയ്യുക. ദിസ് ഗൈ ഈസ് എ നോൺസെൻസ് ഇഡിയറ്റ് ആക്ച്വലി. വെറുതെ തള്ളി മറിക്കുക. ഇയാടെയൊക്കെ പ്രശ്നം എന്തുവാണെന്നറിയോ? ബേസിക്കലി ഇപ്പം എനിക്കെതിരെ മറ്റു പലരും ഇതേപോലെ ഓരോന്നായിട്ട്, ആരാണ് ഇതിൻ്റെ യഥാർത്ഥത്തിൽ സത്യം പറഞ്ഞത്? ഇന്ത്യ താഴ്ത്തി കെട്ടിയാണോ പറഞ്ഞത്? അല്ല. ഇന്ത്യയുടെ സ്ട്രാറ്റജിക് തന്ത്രങ്ങൾ പാളരുത്. കാരണം ഒരു ഇന്ത്യൻ സിറ്റിസൺ, ഒരു സാധാരണ ഇന്ത്യൻ സിറ്റിസൺ, മനസ്സിലായ, എൻ്റെ വീട്ടിൽ നിന്ന് ഏകദേശം 7ഓളം പേര് 1971 വാറിന് പങ്കെടുത്തതാണ്, എൻ്റെ അപ്പൻ ഉൾപ്പെടെ. അപ്പം എന്നെ ഇവിടെയുള്ള ഒരു കുണാപ്പനും എന്നെ ഈ രാജ്യസ്നേഹമൊന്നും പഠിപ്പിക്കാനൊന്നും വരണ്ട. വളരെ കൃത്യമായിട്ടങ്ങ് പറയാം. കാരണം അങ്ങനെ ഫാമിലി ഹിസ്റ്ററി എന്ന് പറയുന്നത്. പിന്നെ ഡിഫൻസുമായിട്ട് ബന്ധപ്പെട്ടുള്ള സംഭവം എനിക്കറിയാവുന്ന കാര്യമാണ്. അത് ഈ മേജറേക്കാളിലും അവനേക്കാളൊക്കെ 100 വരട്ടി ഈ സംഭവം എനിക്കറിയാം. കാരണം എൻ്റെ ലൈഫിൻ്റെ ജേർണലിസത്തിൻ്റെ ടോപ്പിക്ക് മുഴുവനും ഡിഫൻസ് ആയിട്ടുള്ള മിലിറ്ററി സിനർജിയും ടാക്ടിക്സും വാറും സംഭവം ഒക്കെയാണ് ഞാൻ ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് ഓപ്പറേഷൻ വെസ്റ്റ് തെഹൽക്ക എക്സ്പോസൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഈ സംഭവത്തെപ്പറ്റി എനിക്ക് ഏകദേശം ധാരണയുണ്ട്. വെറുതെ എടുത്ത് പറയത്തൊന്നുമില്ല. പിന്നെ ഞാൻ ഇൻ്റർനാഷണൽ മീഡിയ വായിക്കുന്നു, അതെൻ്റെ ഇഷ്ടം. ഞാൻ രാവിലെ മലയാളം പത്രം എടുത്ത് കോപ്പി അടിച്ചിട്ട് അതിനെ ബേസ് ചെയ്ത് മലയാളം വീഡിയോ ഉണ്ടാക്കുന്ന ആളല്ല. ഞാൻ അതിനെ ആരെയും കോപ്പി അടിക്കത്തൊന്നുമില്ല. എനിക്ക് എൻ്റേതായ ധാരണയുണ്ട്, എൻ്റേതായ കൺവിക്ഷനുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ക്ഷമ ചോദിക്കാതിരുന്നത്. ഇവിടുത്തെ പല പത്രങ്ങളും ക്ഷമ ചോദിച്ചു, ഞാനത് ചോദിക്കാതിരുന്നതിൻ്റെ കാര്യം, ഞാൻ ക്ഷമ ചോദിച്ചു കഴിഞ്ഞാൽ ഞാനപ്പോൾ ഇന്നലെ വരെ ചെയ്ത എല്ലാം തെറ്റായിപ്പോവും.
കാരണം എനിക്ക് പൂർണ്ണമായിട്ട് ഉറപ്പുണ്ട് എന്താണ് സംഭവിച്ചത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞ ചില ആൾക്കാരെ ഞാൻ പറഞ്ഞു, അവരോടൊക്കെ സംസാരിച്ചിട്ട് തന്നെയാണ് ചെയ്തത്. ഇതൊക്കെ കോൾ റെക്കോർഡുണ്ട്. ഇത് ഞാൻ ആകാശത്ത് ഉണ്ടാക്കിക്കൊണ്ട് സംഭവമൊന്നുമല്ല. പല ആൾക്കാർ എത്ര പേരെ ഫോൺ ചെയ്തു. അവിടെ അതായത് ഈ ഭാഗത്ത് അവിടെ റിപ്പോർട്ട് ചെയ്യാൻ പോയ പല ജേർണലിസ്റ്റുകളുണ്ട്, ഡൽഹി ബേസ്ഡ്. ഇവരെയൊക്കെ എനിക്ക് പേഴ്സണലി അറിയാം. പല ആൾക്കാരും എന്നോട് ജോലി ചെയ്തത്. കാരണം അവരോട് റിപ്പോർട്ട് ചെയ്യാൻ പോയേക്കൂ. നിങ്ങൾ കണ്ടില്ലേ പല ചാനലിനകത്ത് ലൈവായിട്ട് ഇവരോടൊക്കെ ചോദിച്ച് എന്തുവാണ് സംഭവിച്ചത്, വാട്ട് എക്സാക്ട്ലി ഹാപ്പൻ. അപ്പോൾ അവർ ഓരോ ഡീറ്റെയിൽസ് തരുമല്ലോ. അതായത് ഞാൻ ഈ പറയുന്ന ഇൻ്റർനാഷണൽ മീഡിയയും അതേപോലെ തന്നെ റോയിറ്റേഴ്സ് ആണെങ്കിലും AP ആണെങ്കിൽ അസോസിയേറ്റഡ് പ്രസ് ആണെങ്കിലും AFP ആണെങ്കിലും പല ഇൻ്റർനാഷണൽ ഏജൻസി റിപ്പോർട്ട് ചെയ്തിട്ടും ഇവരെ വിളിച്ച് കൺഫേം ചെയ്തു സത്യമാണ്. അത് ഇന്ത്യൻ ആർമിയെ തകർക്കാൻ വേണ്ടിയോ ഇന്ത്യൻ ഡിഫൻസ് ഫോഴ്സിനെ തകർക്കാൻ വേണ്ടിയോ അല്ല. കാരണം ആവേശം എടുത്ത് ചാടി, ആത്മവിശ്വാസം ഭയങ്കര ഇഷ്യൂ. എന്തുവാണ് ജനറൽ അനിൽ ചൗഹാൻ പറഞ്ഞ അടുത്തൊരു പോയിന്റ്, 7-ാം തീയതി ഉണ്ടാക്കി 2 ദിവസം ഇന്ത്യൻ എയർഫോഴ്സിനെ പറ്റി അദ്ദേഹം ഒന്നും മിണ്ടുന്നില്ല. കാരണം ഷോക്കിംഗ്. ഇത് ടൈംസ് ഓഫ് ഇന്ത്യയുടെ ഇന്നത്തെ ടൈറ്റിൽ ഈ വാർത്ത വന്ന ശേഷം, കൺഫെഷൻ ആൻഡ് ഷോക്കിംഗ് റെവലേഷൻ ബൈ ജനറൽ അനിൽ ചൗഹാൻ. ഇത് ബ്ലൂംബർഗ് മാത്രമല്ല റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്, അദ്ദേഹം റോയിറ്റേഴ്സിനും വാർത്ത ഇന്റർവ്യൂ കൊടുത്തു. അത് ഇതേപോലെ തന്നെ കൊടുത്തു. ഇതെല്ലാം കൂടെ കാൽക്കുലേറ്റ് ചെയ്യുക, എന്താണ് സംഭവിച്ചത് എല്ലാം കൂടെ എടുത്ത് വെക്കുക. ഉറപ്പായിട്ടും ഓരോ കാര്യത്തെപ്പറ്റി ഞാൻ പറയാം. കാരണം ഇന്ത്യ ഒരിക്കലും തളരരുത്. കാരണം ഇന്ത്യൻ പട്ടാളം ഹൈലി പ്രൊഫഷണലാണ്. അവർക്ക് അവരുടേതായ ഫ്രീഡം കൊടുക്കണം. അതെ, പബ്ലിക്ക് പറഞ്ഞിട്ടല്ല കോൺഫ്ലിക്റ്റിനും വാറിനും പോകുന്നത്. അവർക്ക് ടൈം കൊടുക്കണം, അവർക്ക് പ്രിപ്പയർ ചെയ്യാനുള്ള ടൈം കൊടുക്കണം. അതാണ് പ്രധാനപ്പെട്ട ആവശ്യം എന്ന് പറയുന്നത്. അതായത് 3000 കിലോമീറ്റർ ബോർഡർ എന്ന് പറയുന്നത് ഇൻഡോ പാകിസ്ഥാൻ. ഈ സിമ്പിളൊന്നുമല്ല ഇത്. ഇറ്റ്സ് ഹൈലി കോംപ്ലിക്കേറ്റഡ് ആണ് ഈ സംഭവം എന്ന് പറയുന്നത്. അപ്പോൾ 2 ദിവസം ഇന്ത്യൻ എയർഫോഴ്സ് ഫ്ലൈ ചെയ്തില്ല. അതായത് 4 ദിവസം വാറല്ല കോൺഫ്ലിക്റ്റ്. അപ്പോൾ ഒരു ഫുൾ ഫ്ലെഡ്ജ് ആയിട്ട് പോകുന്നതിന് മുമ്പുള്ള പ്രിപ്പയർ, അതാണ് അദ്ദേഹം പറഞ്ഞ സ്ട്രാറ്റജിക് മിസ്റ്റേക്ക്. ടാക്ടിക്കൽ മിസ്റ്റേക്ക് ഉണ്ടായി. 2 ദിവസം കഴിഞ്ഞപ്പോഴാണ് അതിനെ ഫുൾ ഫ്ലെഡ്ജ് ആയിട്ട് കൊണ്ടുവന്ന് ഡീപ്പായിട്ട് പാകിസ്ഥാൻ ബേസുകളിൽ അറ്റാക്ക് ചെയ്തത്. എക്സലന്റ്. എന്തുകൊണ്ട് മിസ്റ്റേക്ക് ഉണ്ടായി? എന്തുകൊണ്ട് ഭരിക്കുന്ന ഗവൺമെന്റ് അവർക്ക് സമയം കൊടുത്തില്ല? ഇനി അടുത്ത സംഭവം പറയാം. സുബ്രഹ്മണ്യ സ്വാമിയെ ഇപ്പോഴത്തെ BJP ഗവൺമെന്റിനും BJP സർക്കാരിനും ഇഷ്ടമല്ലെങ്കിൽ ഇന്നും അദ്ദേഹം BJPയുടെ നേതാവാണ്. കാരണം BJP പാർട്ടി അയാളെ പുറത്താക്കാൻ ഒരു കാരണവശാലും RSS സമ്മതിക്കത്തില്ല. ഇന്ത്യയിലെ 2000 മുതൽ ഹിന്ദുത്വ എന്ന് പറഞ്ഞ അജണ്ട, ഇന്ത്യയിൽ മാത്രമല്ല അമേരിക്കയിലാണെങ്കിൽ അദ്ദേഹം നേരത്തെ ഹാർവാർഡിലെ പ്രൊഫസറായിരുന്നു. അവിടെ പോലും ഹിന്ദുത്വ, ഹിന്ദു ഐഡിയോളജി, ഹിന്ദു കൾച്ചർ എന്ന് പറയുന്നതൊക്കെ അമേരിക്കയെ തന്നെ കൊണ്ടുവരുന്ന ആളാണ് ഈ സുബ്രഹ്മണ്യ സ്വാമി. അതുകൊണ്ടാണ് ഈ പ്രധാനമന്ത്രിക്കാണെങ്കിലും BJP ലീഡർഷിപ്പിന് അയാളെ പുറത്താക്കാൻ പറ്റാത്തത്. അത് ആദ്യം അങ്ങ് തലയ്ക്കാത്തത്. കാരണം അയാളുടെ പല കാര്യങ്ങളും എനിക്ക് ഇഷ്ടമല്ല. അയാള് അദേശ് റാവൽ എന്ന് പറയുന്ന ഒരു ജേർണലിസ്റ്റ്, ഡൽഹി ബേസ്ഡ് ആണ്. ഇത് ഹരിയാന പാനിപ്പട്ട് സ്വദേശി. എനിക്ക് അയാളെ പേഴ്സണലായിട്ട് അറിയാം. ഹിന്ദി ജേർണലിസ്റ്റ്. അയാൾക്ക് ഇന്റർവ്യൂ, ആദേശ് റാവൽ എന്ന് പറയുന്നയാൾ ബേസിക്കലി ഒരു പ്രോ റൈറ്റ് വിങ് RSSുമായിട്ട് ബന്ധമുള്ളൊരു ജേർണലിസ്റ്റ്. ഇപ്പോൾ പല കാരണങ്ങളുണ്ട്. കാരണം ഇദ്ദേഹത്തിൻ്റെ ഫാമിലി എന്ന് പറയുന്ന പഴയ ഫാമിലി മെമ്പേഴ്സ് എല്ലാം തന്നെ RSS ഫാമിലിയാണ്. ഇദ്ദേഹം RSSുമായിട്ടുള്ള ബന്ധം എല്ലാവർക്കും അറിയാവുന്നത്. കാരണം പൊളിറ്റിക്കൽ കമൻറ്റേറ്റർ. അപ്പം അയാൾക്ക് കൊടുത്ത ഇൻ്റർവ്യൂ, അതായത് സുബ്രഹ്മണ്യ സ്വാമി ഈ അവദേശ് റാവലിന് കൊടുത്ത ഇൻ്റർവ്യൂവിൽ പറയുന്നു 5 എയർക്രാഫ്റ്റ് പോയി. ഇന്നുവരെ BJP ഗവൺമെൻറ് ഒന്നും പറഞ്ഞിട്ടില്ല, RSSും മിണ്ടിയിട്ടില്ല. എന്തുകൊണ്ട് അങ്ങനെ പറയും? തുറന്നല്ലേ പറയുന്നേ. ആ ഇൻ്റർവ്യൂ നിങ്ങൾ കണ്ടു കാണും. അത് കൊടുത്തിട്ട് ഇവിടെ 1 ദിവസം പോലും ആയിട്ടില്ല. ഇതൊക്കെ ചോദ്യങ്ങളാണ്. എന്തിനാണ് ഇത്ര ധൃതി പിടിച്ച് പോയിട്ട് നമ്മളെന്ത് നേടി? അതേപോലെ തന്നെ റിപ്പോർട്ടർ ചാനലിനകത്ത് മലയാളത്തിൽ വേണു
രാജാമണി, അദ്ദേഹം ഇന്ത്യയുടെ സീനിയർ ആയിട്ടുള്ള IFS ഓഫീസറാണ്. അദ്ദേഹം ചോദിച്ചൊരു ചോദ്യമുണ്ട്, ഇതുകൊണ്ട് നമുക്ക് എന്ത് നേട്ടമുണ്ടായി? ചോദ്യമായി ഇത്. എന്ത് നേട്ടം? കാരണം അതിനേക്കാളും പെട്ടെന്നൊരു ദിവസം കൊണ്ട് ഒതുക്കാവുന്നതും പോയി സ്ട്രൈക്ക് ചെയ്ത് തീർക്കാവുന്നതൊന്നും അല്ല ഈ പറയുന്ന പാകിസ്ഥാൻ ഇന്ത്യയിൽ സ്പോൺസർ ചെയ്തിരിക്കുന്ന ടെററിസം. അത് കഴിഞ്ഞ് 50 വർഷം കൊണ്ട് ചെയ്യുന്നതാ. അതിന് പല മാർഗങ്ങളും ഓപ്ഷൻസും ഉണ്ട്. എന്തിനാണ് ഇതിന്റെ ചോദ്യം? ഉറപ്പായിട്ട് ഞാൻ പറയുന്നു, ഞാൻ ഓപ്പറേഷൻ സിന്ദൂറിനെ അനുകൂലിക്കുന്നയാളാണ് പൂർണ്ണമായിട്ട്. പക്ഷെ എന്തുകൊണ്ടാണ് എടുത്തു ചാടി ചെയ്തത്? ഇതുകൊണ്ട് ആർക്കാണ് എക്സാക്റ്റ് ആയിട്ട് വെറുതെ തള്ളും വാചകോടി പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അതിൻ്റെ ഒന്നും അർത്ഥമൊന്നുമില്ല, ഒരർത്ഥവുമില്ല. എന്തുകൊണ്ടാണ് പിന്നെ മറ്റു പല ഇന്റർനാഷണൽ മീഡിയയും പറയുന്നത് റഫേലിന്റെ ഫെയിലിയറാണ്? എന്തുകൊണ്ട് ചൈനയെ ഇന്ത്യക്ക് പ്രോപ്പറായിട്ട് മോണിറ്റർ ചെയ്യാൻ പറ്റിയില്ല? പാകിസ്ഥാനല്ല ഇന്ത്യ അറ്റാക്ക് ചെയ്തിരിക്കുന്നത്, ചൈനീസ് ഇന്റലിജൻസും അതും എല്ലാം കൊണ്ട് ടർക്കി ഡ്രോൺ കൊണ്ട് അറ്റാക്ക് ചെയ്തിരിക്കുകയാണ്. എന്തുകൊണ്ട് ഇത് മുൻകൂട്ടി ഇന്ത്യ കണ്ടില്ല? എന്തുകൊണ്ടാണ്? അടുത്ത ചോദ്യം, ഞാൻ അടുത്ത വീഡിയോ ചെയ്യാം, വേറെ ടോപ്പിക്കുണ്ട് ഇതിനകത്ത്. അതായത് ഞാൻ തന്നെ കൂടുതൽ റെസ്പെക്റ്റും ബഹുമാനിക്കുന്ന ജയശങ്കർ കാണിച്ച ബ്ലണ്ടർ. എന്തിനാ ഈ ബ്ലണ്ടർ കാണിച്ച്? എന്തിനാണ് അവിടെ അറ്റാക്ക് ചെയ്യുന്നതിന് മുമ്പ് അമേരിക്കയോട് വിളിച്ച് പറഞ്ഞത്? കൃത്യമായിട്ട് പറയാം, ഉണ്ടായ സംഭവം ഇത്. അമേരിക്ക പറഞ്ഞു പാകിസ്ഥാനോട് പറഞ്ഞിട്ട് അറ്റാക്ക് ചെയ്യാൻ. എന്തോ ഇന്ത്യ ആവശ്യമാ? ഇന്ത്യ അറ്റാക്ക് ചെയ്യാൻ പോകുന്ന അമേരിക്കയോടാണ് പറയുന്നത്. ഇന്ത്യ അറ്റാക്ക് ചെയ്യാൻ പോകുന്ന പാകിസ്ഥാനോട് പറഞ്ഞിട്ടാണ് ഇന്ത്യ അറ്റാക്ക് ചെയ്യാൻ പോകേണ്ടത്? ഇതിനൊക്കെ ചോദ്യത്തിന് ഉത്തരം വേണം എക്സാക്റ്റ് ആയിട്ട്. ഇന്ത്യ തളരാൻ പാടില്ല. ഇന്ത്യയുടെ മൈറ്റി ഫോഴ്സ് എപ്പോഴും ശക്തമായിട്ട് തന്നെ നിലനിൽക്കണം. ഒരു വൃത്തികെട്ട രാജ്യത്തിന് മുമ്പിൽ കീഴടങ്ങാനുള്ളതല്ല ഇന്ത്യക്കാരുടെ അഭിമാനമായ ഇന്ത്യൻ ഡിഫൻസ് ഫോഴ്സ്, ആംഡ് ഫോഴ്സ്. അതാണ് ഇതിനകത്ത്. അതുമായി ബന്ധപ്പെട്ട് ഞാൻ കൊടുത്ത വീഡിയോ ഞാനിത് തിരിച്ചു പറയത്തില്ല എന്ന് പറഞ്ഞു. ഇതിൽ ഉറച്ചു നിൽക്കുക. എൻ്റെ കാര്യം എന്തുവാ? കാരണം എനിക്ക് പൂർണ്ണമായിട്ടും അറിയാം എന്താണ് സംഭവിച്ചത്, കൃത്യമായിട്ടറിയാം എന്താണ് സംഭവിച്ചത്. അതിന് പുറകിലോട്ട് അത് ഒരു കാരണവശാലും ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യം അക്സെപ്റ്റ് ചെയ്യരുത്. ഇന്ത്യ ചെയ്യാൻ പാടില്ല. കാരണം നമ്മൾ തോൽക്കാൻ പാടില്ല എവിടെ. ഇപ്പൊ എന്തെങ്കിലും പാളിച്ച ഉണ്ടെങ്കിൽ ആ പാളിച്ച തിരുത്തണം. ഇതായിരുന്നു ഞാൻ ഇത്രമാത്രം നമ്മുടെ ഇന്ത്യൻ എയർഫോഴ്സിനുണ്ടായ നഷ്ടം. അതായത് 1 മണിക്കൂർ. അതാണ് ഞാൻ പറയുന്നത്, 1 മണിക്കൂർ. നിങ്ങൾ ഉദ്ദേശിക്കണം, 2ാം ലോകമഹായുദ്ധത്തിൽ അമേരിക്ക അലയൻസ് ഫോഴ്സസിന് ഏകദേശം 400ഓളം എയർക്രാഫ്റ്റ് പോയി. വർഷങ്ങൾ നീണ്ടു നിന്ന യുദ്ധമാണെന്ന് മനസ്സിലാക്കണം. 1 മണിക്കൂർ കൊണ്ടാണ്, ഞാൻ എണ്ണം പറയുന്നില്ല, എണ്ണമൊക്കെ കൃത്യമായിട്ട് വരും. ഇതാണ് അതിൻ്റെ ചോദ്യം. എവിടെയാണ് പിഴച്ചത്? അതിനെ ഫിക്സ് ചെയ്യണം. ഇനി എക്യുപ്മെന്റ്സിന്റെ പ്രശ്നമാണോ, ഫൈറ്റർ എയർക്രാഫ്റ്റിന്റെ പ്രശ്നമാണോ, അത് ഫിക്സ് ചെയ്തേ മതിയാവത്തുള്ളൂ. അതായത് തള്ളും വീമ്പലടിയും കൊണ്ട് ഒരു പുല്ലും നടക്കത്തില്ല ഈ ലോകത്ത്. വെറുതെ ആൾക്കാരുടെ മുമ്പിൽ സോഷ്യൽ മീഡിയയിൽ തള്ളാമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഗ്രൗണ്ട് റിയാലിറ്റി എന്ന് പറയുന്ന സത്യം എന്ന് പറയുന്നത്, ഒരു മനുഷ്യൻ ജനിച്ചാൽ മരിക്കുന്നത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അതൊക്കെ നിങ്ങളുടെ രീതിയിൽ പോയി കാണാം. ആസ് എ ജേർണലിസ്റ്റ് 30 years of experience, make it clear. ഞാൻ സത്യം പറയും. ഇനി എന്നെ പിടിച്ച് ജയിലിൽ അടച്ചാലും ഞാനത് മാറ്റി പറയുന്നില്ല. പറയാൻ പറ്റത്തില്ല അത്. കാരണം അത് കമ്മിറ്റഡ് അത്. കാരണം ഞാൻ കൊടുക്കുന്ന, എന്നെ കേൾക്കുന്ന അല്ലെങ്കിൽ കേട്ടുകൊണ്ടിരിക്കുന്ന, ഞാൻ പറയുന്ന തെറ്റാണെങ്കിൽ പിന്നെ എനിക്ക് പ്രൊഫഷൻ ചെയ്യാൻ പറ്റത്തില്ല. ഇന്നൊന്ന് പറയുന്നു, വൈകുന്നേരം മാറ്റി പറയുന്നു, അടുത്ത ദിവസം വീണ്ടും മാറ്റി പറയുന്നു, വീണ്ടും ക്ഷമ ചോദിക്കുന്നു, വീണ്ടും മാറ്റി പറയുന്നു. ആ രീതിയിൽ എന്നെ കൊണ്ട് പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഞാൻ ട്രെൻഡിങ് യൂട്യൂബ് ജേർണലിസ്റ്റ് അല്ല. കാരണം എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ട്. സോഷ്യൽ മീഡിയ വരുന്നതിന് മുമ്പ് ഉറപ്പായിട്ടും ഞാൻ ഇന്ത്യയിലെ സ്റ്റാർ ജേർണലിസ്റ്റ് തന്നെ, സംശയമില്ലാത്ത കാര്യം. അതൊക്കെ വേറെ ഇഷ്ടംപോലെ തെളിവുകൾ എൻ്റെ കയ്യിലുണ്ട്. ഈ പല ആൾക്കാരും പറയുന്നതിനൊക്കെ ഞാൻ കൃത്യമായിട്ട് ഓരോന്നായിട്ട് പറഞ്ഞു തരാം. ഏതായാലും ഓരോ കാര്യങ്ങൾ പുറത്തു വന്നേ മതിയാവത്തുള്ളൂ. തെറ്റുകൾ തിരുത്തിയേ മതിയാവത്തുള്ളൂ. എവിടെയാണ് പാളിച്ച, ആ പാളിച്ച നമ്മൾ മാറ്റിയെടുത്തേ മതിയാവത്തുള്ളൂ. വീണ്ടും ആവർത്തിക്കുന്നൊരു കാര്യം, ഇന്ത്യയിൽ തന്നെ സാധനങ്ങൾ ഉണ്ടാക്കണം.
ഇത്രമാത്രം വെളിയിൽ ഡിപ്പെൻഡ് ചെയ്യരുത്. ഭയങ്കരമായിട്ടാണ് ഡിപ്പെൻഡ് ചെയ്ത്. ഏകദേശം 78-79% വിദേശത്തു നിന്ന് ഡിപ്പെൻഡ് ചെയ്യുകയാണ്. എന്തുകൊണ്ട് ഇന്ത്യയിൽ ഉണ്ടാക്കാൻ കഴിയത്തില്ല? ഇത്രയും സമർത്ഥന്മാരായ ഇന്ത്യക്കാർ, അതായത് പഴയ ഇന്ത്യയിൽ, പുതിയ ഇന്ത്യയിൽ ഇതൊക്കെ ഉണ്ടാക്കാൻ സാധിക്കും. അതായത് പബ്ലിക് പ്രൈവറ്റ് പാർട്ടിസിപ്പേഷൻ. വീണ്ടും ഇതിനെപ്പറ്റി കൃത്യമായിട്ട് ഞാൻ അവലോകനം നടത്തിക്കൊണ്ടേയിരിക്കും. അതിൽ നിങ്ങൾ ഏത് സത്യം എന്നുള്ളത് നിങ്ങൾ തിരഞ്ഞെടുക്കുക. കാരണം ഞാൻ ഇവിടെയും കള്ളത്തരവും കപടതയും പറയാൻ ശ്രമിച്ചില്ല, നിങ്ങളെ സുഖിപ്പിക്കാൻ ശ്രമിച്ചില്ല. എന്താണുണ്ടായത് അത് നിങ്ങളുടെ മുമ്പിൽ എനിക്ക് ജീവനുള്ളിടത്തോളം കാലം എത്തിച്ചുകൊണ്ടേയിരിക്കും. വീമ്പ് പറച്ചിൽ, തള്ളുക, മറിക്കുക, ഇതൊന്നും പ്രായോഗികമായിട്ട് ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരാളുമല്ല.